ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ആക്ച്വലി വീഡിയോ റിക്വസ്റ്റ് ചെയ്തത്. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് കേട്ടത് മുതൽ എനിക്കിതിനെക്കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള ചിന്തകൾ ഇടയ്ക്കൊക്കെ വരികയുണ്ടായി. വളരെ പണിപ്പെട്ടാണ്, ശ്രമകരമായിട്ടുള്ള ഒരു വലിയ പണിക്ക് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോയിലേക്ക് ഞാൻ എത്തുന്നത്. നമ്മൾ വളരെ ചെറുപ്പം തൊട്ട് തന്നെ കേൾക്കുന്ന ഈ കാണപ്പെടുന്ന ദൈവങ്ങൾ എന്ന വിശേഷണം പിടിച്ചു വാങ്ങുന്ന അധ്യാപകരും മാതാപിതാക്കളും നമ്മളോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമുണ്ട്. ഒരു കള്ളം അവർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കും. ഒത്താൽ ഒരു മനുഷ്യനെ ജീവിതത്തിൻ്റെ മധ്യകാലഘട്ടത്തിൽ നിരാശയിലേക്ക് തള്ളിവിടാൻ പോകുന്ന, അവനെ സ്വയം തോൽവി എന്ന് പറയിപ്പിക്കുന്ന ഒരു വലിയ കള്ളം. പ്രായത്തിൽ അധിഷ്ഠിതമാണ് ജീവിതം, ജീവിതത്തിൽ അധിഷ്ഠിതമാണ് പ്രായം. ഈ പ്രായവും ജീവിതവും കൂടെ തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ നോക്കിയിട്ട് മാത്രമേ ജീവിക്കാനായിട്ട് പാടുള്ളൂ. 30 വയസ്സാകുമ്പോഴേക്കും ഒരു നല്ല കരിയർ ഉണ്ടാക്കിയെടുത്തിരിക്കണം. 35 ആകുമ്പോഴേക്കും ഒരു വീട്, ഒരു കുടുംബം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കണം. സാമ്പത്തിക സ്ഥിരത ഉണ്ടായിരിക്കണം. സമൂഹത്തിൽ ഒരു നല്ല സ്ഥാനം ആർജിച്ചെടുത്തിരിക്കണം. എല്ലാം ഉണ്ടായിരിക്കണം. അപ്പോൾ 40 ആകുമ്പോൾ എന്ത് ചെയ്യും? 40 ആകുമ്പോഴേക്കും ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളൊക്കെ അവസാനിപ്പിക്കണം എന്നൊരു ധാരണ നമ്മളിൽ എങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മളത് തുറന്ന് പറയുന്നില്ല, പക്ഷെ നമ്മളത് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 40 ആകുമ്പോൾ ഒരു തോൽവിയായോ എന്നുള്ളൊരു ചിന്തയൊക്കെ പല ആളുകൾക്കും തോന്നുന്നത്. 35, 40, 45 പ്രായത്തിലൊക്കെ ചുറ്റുപാടുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെ പഠിച്ച് പല ആളുകളും വലിയ ബിസിനസ്സുകാരായി മാറിയിട്ടുണ്ടാകും. ചില ആളുകൾക്ക് വലിയ പ്രൊമോഷനൊക്കെ നേടി വലിയ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാകും. ചില ആളുകൾക്ക് വിവാഹം കഴിച്ച് 3-4 കുട്ടികളൊക്കെ ഉണ്ടായി അവർ വലിയ അച്ചീവ്മെന്റ്സ് നേടിയിട്ടുണ്ടാകും. സുഹൃത്തുക്കളിൽ ചില ആളുകൾ വിദേശ പൗരന്മാരായിട്ട് മാറിയിട്ടുണ്ടാകും, അവിടെ കംപ്ലീറ്റ്ലി സെറ്റിൽ ആയിട്ടുണ്ടാകും. ചില ആളുകൾ വലിയ വീടുകൾ വയ്ക്കുന്നു, ചില ആളുകൾ കലാരംഗത്ത് വലിയ പ്രശസ്തിയിലേക്ക് എത്തുന്നു, സിനിമകളൊക്കെ ചെയ്യുന്നു, അഭിനയിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സമൂഹം അമ്പോ കൊള്ളാം എന്ന് പറയുന്ന തരത്തിലുള്ള അച്ചീവ്മെന്റുകളൊന്നും നേടാത്ത ചില ആളുകൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും, എനിക്ക് എവിടെയാണ് തെറ്റിയത്? ഞാൻ നേരത്തെ തുടങ്ങേണ്ടിയിരുന്നില്ലേ? ആ അവസരം ഒന്ന് എടുത്തിരുന്നെങ്കിൽ, ഞാൻ ആ ജോലി മാറിയിരുന്നെങ്കിൽ, ഞാൻ ആ ബിസിനസ് തുടങ്ങിയിരുന്നെങ്കിൽ, ഞാൻ അന്ന് സിനിമയിലേക്ക് പോയിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ, ഞാൻ കുറച്ചും കൂടെ ധൈര്യമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ, തീരുമാനങ്ങൾ ധൈര്യത്തോടെ എടുത്തിരുന്നെങ്കിൽ. പിന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ചിന്ത വരും, എനിക്ക് വേണമെങ്കിൽ വലിയൊരു ആളാകാമായിരുന്നു, ഞാൻ ഒന്നുമല്ലാതായിരിക്കുന്നു. തീർന്നില്ലേ? പക്ഷെ നമ്മളിന്ന് സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളെ കുറിച്ചിട്ടല്ല. അതിൽ എക്സിസ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു കൂട്ടം ആളുകളെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ചിലപ്പോൾ ആ ഒരു കൂട്ടത്തിലായിരിക്കാം. ലേറ്റ് ബ്ലൂമേഴ്സ്. വീഡിയോയിലെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് ലേറ്റ് ബ്ലൂമേഴ്സിനാവട്ടെ, അല്ലെങ്കിൽ വളരെ ഏർലി ആയിട്ട് ലൈഫിലെ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു പോകുന്നവർക്കാവട്ടെ, ഭാവിയിലേക്ക് കുറച്ചെങ്കിലും പണം വളരുന്ന രീതിയിൽ മാറ്റിവെച്ചാൽ സാമ്പത്തികമായിട്ട് ഉയരാനായിട്ട് സാധിക്കും. അതായത് നല്ല വളർച്ചാ സാധ്യതയുള്ള ഓഹരികളിലൊക്കെ പണം മാറ്റിവെച്ചാൽ ഭാവിയിൽ അത് വളരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സാമ്പത്തികമായി വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. ICICI Prudential ലൈഫിൻ്റെ BSE 500 മൊമെൻറ്റം വാല്യൂ 50 ഇൻഡെക്സ് ഫണ്ട് ഈ NFO ലോഞ്ച് ആയിട്ടുണ്ട്. ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇന്ത്യയിലെ മുൻനിര 500 കമ്പനികളിൽ നിന്ന് മികച്ച പ്രകടനമുള്ള ടോപ്പ് 50 കമ്പനികളിലേക്കാണ് നിക്ഷേപം പോകുന്നത്. വാല്യൂ ആൻഡ് മൊമെന്റം ബേസ്ഡ് ആയിട്ടാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന റിട്ടേണിന് ടാക്സ് ഒന്നും ഉണ്ടാവുകയില്ല. പിന്നെ 120 ഇരട്ടി ലൈഫ് കവറും കിട്ടും. NAV വെറും 10 രൂപയാണ്. അതേപോലെ നമുക്ക് പണം പോകാതെ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നിക്ഷേപിക്കാം. ഈ ഇൻഡെക്സിന്റെ കഴിഞ്ഞ പെർഫോമൻസ് നോക്കിയാൽ കഴിഞ്ഞ 7 വർഷത്തിൽ ഏകദേശം 30.1% റിട്ടേണും 10 വർഷത്തിൽ 21.2% റിട്ടേൺ നൽകിയിട്ടുണ്ട്. പിന്നെ പ്രവാസികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാസം 18,000 രൂപയൊക്കെ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കോടി വരെയൊക്കെ റിട്ടേൺ സാധ്യതയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അവസരം പറ്റുന്നതാണോ എന്ന് നിങ്ങൾ നോക്കുക. പറ്റുന്നതാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. പിന്നെ ഈ NFOയിൽ നിക്ഷേപിക്കാനായിട്ടുള്ള അവസാന ഡേറ്റ് ഈ മാസം 23 വരെയാണ്. 10 ദിവസത്തിൽ താഴെ മാത്രമേ ഉള്ളൂ എന്ന് മറക്കേണ്ട. വീഡിയോയിലേക്ക് തിരികെ വരാം. ജീവിതം ഒരു ടൈം ടേബിൾ അനുസരിച്ച് മുന്നോട്ടേക്ക് പോയിട്ടില്ലാത്ത ആളുകൾ, പരാജയപ്പെട്ടവർ എന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള ആളുകൾ, ഭയപ്പെട്ടവർ എന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള ആളുകൾ, കരിയർ സ്റ്റാഗ്നേഷൻ അനുഭവിക്കുന്ന ആളുകൾ, വിവാഹം കഴിക്കാത്തവർ, വിവാഹം കഴിച്ച് പിന്നീട് വേർപിരിഞ്ഞവർ, കുടുംബത്തിന് വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ചവർ, വർഷങ്ങളോളം ഒരു ജോലിയിൽ നിന്നവർ, 50-ാം വയസ്സിൽ പുതിയൊരു കരിയർ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകൾ, 45-ാം വയസ്സിൽ സ്വന്തം പാഷൻ കണ്ടെത്തുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ 50-ാം വയസ്സിൽ മനസ്സിൽ ഇപ്പോഴും ഒരു ചോദ്യം ചോദിക്കുന്ന ആളുകളുണ്ടായിരിക്കാം, ഇനി എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ? ഇപ്പോൾ തുടങ്ങിയിട്ട് എന്ത് കാര്യം? ഞാൻ ഉഴപ്പനായിരുന്നോ? എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്? വൈകിപ്പോയോ? ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒറ്റ കാര്യം ആദ്യം തന്നെ പറയാം, ഇല്ല, വൈകിപ്പോയിട്ടില്ല. കാരണം ജീവിതം എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ഒരേ സമയത്ത് തരുന്ന ഒരു പരീക്ഷയൊന്നുമല്ല. ചിലർ വളരെ നേരത്തെ വിജയിക്കും, ചിലർ വളരെ വൈകി വിജയിക്കും. ചിലർക്ക് ജീവിതം പലതവണ തകർന്നതിന് ശേഷമായിരിക്കും സ്വന്തമായിട്ട് യഥാർത്ഥ കഴിവ് മനസ്സിലാവുന്നത്. നമുക്ക് വൈകിപ്പോയെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കള്ളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വൈകിപ്പോയെന്നുള്ളൊരു ചിന്ത വരുന്നത്. നിരാശ വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ നാട്ടിൽ ജീവിതത്തിന് ഒരു സ്ട്രിക്റ്റ് ടൈം ടേബിൾ പോലെയുണ്ട്.
അതിൽ ഓരോ പീരീഡിലും ചോദ്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആ ചോദ്യങ്ങളെ പേടിച്ചിട്ട് ആളുകൾ ജീവിക്കും, ഉത്തരങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അതൊരു പ്രാക്ടിക്കൽ എക്സാം പോലെ ആയിരിക്കും നടത്തപ്പെടുന്നത്. ജയിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ അവിടെ തോറ്റ് കിടക്കും, തട്ടിമുട്ടി കയറിപ്പോയി കഴിഞ്ഞാൽ ചുമടെടുക്കേണ്ടി വരും, ജീവിതം ഭാരമാകും. ആ ടൈമിൽ ആ എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നെങ്കിൽ ഈ ഭാരം ഉണ്ടാവില്ലായിരുന്നു എന്ന് പിന്നീട് ഓർക്കും ചില ആളുകൾ. അപ്പോഴാണ് ഈ നിരാശ വരുന്നത്. സമൂഹം നിഷ്കർഷിക്കുന്ന വിദ്യാഭ്യാസം, 25-ാം വയസ്സിലെ വിവാഹം, ഉപേക്ഷിച്ച ആഗ്രഹങ്ങൾ, ചെയ്ത ബിസിനസ്സുകൾ, കുട്ടികൾ, ഇങ്ങനെയുള്ള പല പരീക്ഷകളിലും നമ്മളിൽ പല ആളുകളും ഉഴപ്പിയിട്ടുണ്ടായിരിക്കും. ആ ഒരു പരീക്ഷകളിലെ ചോദ്യങ്ങൾ എന്താണ് കോമൺ ആയിട്ട്? എപ്പോഴാണ് കല്യാണം, എപ്പോഴാണ് കുട്ടികൾ, എപ്പോഴാണ് വീട് വാങ്ങുന്നത്, എപ്പോഴാണ് വീട് വയ്ക്കുന്നത്, എപ്പോഴാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നത്, എപ്പോഴാണ് സെറ്റിൽ ആവുന്നത്, എപ്പോഴാണ് വിദേശത്തേക്ക് പോകുന്നത്, എപ്പോഴാണ് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ മാനേജർ ആകുന്നത്? ചോദ്യങ്ങൾ എങ്ങനെ അവസാനിക്കത്തൊന്നുമില്ല. 40 വയസ്സാകുമ്പോഴേക്കും ജീവിതത്തിൻ്റെ മുഴുവൻ സിലബസും തീർക്കണമെന്നുള്ള ഒരു പിടിവാശി നമ്മുടെ സമൂഹത്തിനുണ്ട്. അപ്പോൾ ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള ആ പ്രായത്തിലുള്ള നമ്മളെക്കാളിലും പെർഫോം ചെയ്യുന്നുവെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ, ടൈം ടേബിൾ അനുസരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു നിരാശ വരും, നമ്മൾ തോൽവിയാണ് എന്ന് തോന്നിപ്പോകും. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും തോന്നിയില്ല, നമ്മളിങ്ങനെ നമ്മളുടെ ലൈഫിൽ എൻജോയ് ചെയ്ത് പോവുകയാണ്, സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിലും ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളെ തോന്നിപ്പിക്കും. നിൻ്റെ കൂടെ കണ്ടത്തിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സുബീഷ് ഇപ്പോൾ കാനഡയിലാണ്, സെറ്റിലാണ്, അവന് 3 പിള്ളേരായി. സുബീഷിന് മനസ്സമാധാനം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തേ ഇല്ല. നമ്മൾ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ടാകും. എന്നാലും നമ്മളോട് പറയുന്ന ആൾക്ക് സുബീഷാണ് വിജയ്, നമ്മൾ പരാജയപ്പെട്ട ആളാണ്. എന്തുകൊണ്ടാണ്? ഈ പ്രായവും ചെയ്യേണ്ടുന്ന കാര്യങ്ങളും കൂടെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ആളുകൾ അങ്ങ് വിലയിരുത്തുകയാണ് നമ്മളൊരു തോൽവിയാണ് എന്നുള്ളത്. പക്ഷേ ജീവിതം ഇങ്ങനെ ടൈം ടേബിൾ വെച്ചിട്ട് പോകുന്ന ഒരു സംഭവമാണോ? അല്ല, ആവത്തേ ഇല്ല. പക്ഷേ സമൂഹം അംഗീകരിക്കത്തില്ല, നിങ്ങൾ തന്നെ അംഗീകരിക്കത്തില്ല. വൈകി എന്ന നിരാശയാണ് പല ആളുകൾക്കും. അപ്പോൾ അതുപോലെ കഥയിലൂടെ മുന്നോട്ടേക്ക് പോകാം. ദേവാനന്ദന് 42 വയസ്സാണ്, അൺമാരിഡ് ആണ്, IT ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നു, നെറ്റ്വർക്കിംഗ് പ്രൊഫഷണലാണ്. ആ ഒരു മേഖലയിൽ വളരെ പ്രാവീണ്യമുള്ള, വർഷങ്ങളായിട്ട് ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അൺഎംപ്ലോയ്ഡ് അല്ല, പട്ടിണിയുമില്ല, സാധാരണ ജീവിതമാണ്. രാവിലെ എഴുന്നേക്കും, ജോലിക്ക് പോകും, മീറ്റിംഗ്സ് ഉണ്ടാകും, കമ്പ്യൂട്ടറിൽ ചില ടിക്കറ്റ്സ് ഒക്കെ വന്ന് കിടപ്പുണ്ടാവും, ട്രബിൾ ഷൂട്ടിംഗ് ഉണ്ടാവും, നെറ്റ്വർക്കിംഗ് ഇഷ്യൂസ്, സെർവേഴ്സ്, സെക്യൂരിറ്റി, ക്ലൗഡ് മൈഗ്രേഷൻ, ഓട്ടോമേഷൻ, അങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് ഇങ്ങനെ ഒരു IT പരമായിട്ട് പോവുകയാണ്. പക്ഷേ അയാൾ ജോലി തുടങ്ങിയ കാലത്തെ IT ഇൻഡസ്ട്രിയും ഇന്നത്തെ IT ഇൻഡസ്ട്രിയും ഒരുപാട് മാറിയിട്ടുണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എല്ലാം മാറ്റിമറിച്ചു. സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്കിംഗ് വളർന്നു, ഓട്ടോമേഷൻ വന്നു, AI അസിസ്റ്റഡ് ഓപ്പറേഷൻസ് വന്നു, സൈബർ സെക്യൂരിറ്റി നെറ്റ്വർക്കിംഗിന്റെ തന്നെ ഒരു പ്രധാന ഭാഗമായി തീർന്നു, സീറോ ട്രസ്റ്റ് ആർക്കിടെക്ചർ പോലുള്ള കൺസെപ്റ്റുകൾ വളർന്നു, പുതിയ ടൂൾസ്, പുതിയ സർട്ടിഫിക്കേഷൻസ്, പുതിയ ടെക്നോളജീസ്, പുതിയ ടെർമിനോളജി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ദേവാനന്ദനെയും ചെറിയ രീതിയിൽ അസ്വസ്ഥനാക്കുന്നുണ്ട്. ദേവാനന്ദൻ ചിലപ്പോൾ തൻ്റെ യങ്ങർ കൊളീഗ്സിനെ നോക്കും, അവർ പുതിയ ക്ലൗഡ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നു, പൈത്തൺ, ഓട്ടോമേഷൻ, AI, അതൊക്കെയാണല്ലോ അല്ലേ, സൈബർ സെക്യൂരിറ്റി, പുതിയ സർട്ടിഫിക്കേഷൻസ്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ നിശബ്ദമായിട്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ വിചാരിക്കും, ഞാൻ വളരെ ഔട്ട്ഡേറ്റഡ് ആവുകയാണോ? പക്ഷേ പുള്ളിക്കറിയില്ല ഈ ചിന്ത വളരെ അപകടമാണ് എന്നുള്ളത്. കാരണം നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് വിശ്വസിക്കാനായിട്ട് തുടങ്ങിയാൽ നിങ്ങൾ പഠിക്കുന്ന പരിപാടി കംപ്ലീറ്റ്ലി നിർത്തും. പഠിക്കുന്നത് നിർത്തിയാൽ മാത്രമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഔട്ട്ഡേറ്റഡ് ആവുന്നത്. പല ആളുകൾക്കും ഒരു ചിന്തയാണ്, ഈ പ്രായത്തിൽ ഇനി എന്ത് പഠിക്കാനാണ്? വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. ദേവാനന്ദൻ്റെ കഥയിലേക്ക് തിരികെ വന്നാൽ, ചെറുപ്പം മുതൽ തന്നെ അയാൾക്ക് സിനിമ വളരെ ഇഷ്ടമായിരുന്നു. ബിടെക് പഠിക്കുന്ന സമയത്ത് അയാൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. ആ ഷോർട്ട് ഫിലിം അയാളുടെ സർക്കിളിൽ വലിയ ഹിറ്റായിരുന്നു. പക്ഷെ അത് ഇന്നത്തെ കാലമല്ല. ഇന്ന് നമുക്കുള്ള ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നില്ല, യൂട്യൂബ് ഇന്നത്തെ റീച്ചിലേക്ക് എത്തിയിരുന്നില്ല, റീൽസ് ഉണ്ടായിരുന്നില്ല, സോഷ്യൽ മീഡിയ വഴി ചെറിയൊരു സിനിമ ലോകത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള അവസരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അന്നത്തെ യങ്സ്റ്റേഴ്സിന് സിനിമയിലേക്ക് കടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ അയാൾ പഠനം പൂർത്തിയാക്കി ജോലിയിൽ കയറി. പിന്നീട് റെസ്പോൺസിബിലിറ്റീസ് വന്നു, കുടുംബ പ്രശ്നങ്ങൾ വന്നു, ജീവിതം ഇങ്ങനെ യാതൊരു തരത്തിലും പിടിതരാതെ മുന്നോട്ടേക്ക് പോയി. അദ്ദേഹത്തിന്റെ സിനിമാ സ്വപ്നം പതിയെ പിന്നിലേക്ക് പോയി. നമ്മളിൽ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള നമ്മൾ ഉപേക്ഷിച്ചിട്ടുള്ള ചില പാഷൻസ് ഉണ്ടാവും, സ്വപ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്കറിയാം അതൊന്നും ഒരിക്കലും പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് മാറില്ല. ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. അയാൾ ഇന്നും കഥകൾ എഴുതുന്നുണ്ട്, രാത്രിയിൽ എഴുതുന്നുണ്ട്, വീക്കെൻഡുകളിൽ എഴുതുന്നുണ്ട്. ചിലപ്പോൾ ഒരു സീനായിരിക്കാം, ചിലപ്പോൾ ഒരു ഡയലോഗ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു മുഴുവൻ സ്റ്റോറി തന്നെ എഴുതും, ചിലപ്പോൾ മുഴുവൻ എഴുതി ഇത് കത്തിച്ചു കളയും. ജോലിക്ക് ശേഷം വീട്ടിൽ വന്നാൽ അദ്ദേഹത്തിന് ആകെയുള്ളൊരു ആശ്രയം ഈ സിനിമ കാഴ്ചയാണ്. സിനിമകൾ കാണുന്ന സമയത്ത് ഈ സീൻ കുറച്ചും കൂടെ നന്നായിട്ട് എഴുതാമായിരുന്നില്ലേ, ഈ ക്യാരക്ടറിനെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കാമായിരുന്നില്ലേ? പക്ഷേ അയാളുടെ മനസ്സിൽ ഒരു റിഗ്രറ്റ് അപ്പോൾ പൊങ്ങി ഇങ്ങനെ വരും. അയാൾ ഇങ്ങനെ വിചാരിക്കും, ഞാൻ കുറച്ചും കൂടെ നേരത്തെ ജനിച്ചുപോയി. ഇന്നത്തെ കാലത്ത് ഒരു 20കാരനായിരുന്നു എന്നുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അന്ന് എൻ്റെ ഷോർട്ട് ഫിലിം ഇതേപോലെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ, ഞാനന്ന് കുറച്ചും കൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ. അവസാനം ഈ ചിന്ത എല്ലാം കൂടെ ചെന്ന് അവസാനിക്കുന്ന എന്തിലാണ്? ഞാനൊരു ഫെയിലിയർ ആണ് എന്നുള്ളൊരു ചിന്തയിലേക്കാണ് പുള്ളിയുടെ ഈ ചിന്തകൾ എന്ന് അവസാനിക്കുന്നത്. നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ശരിക്കും അയാൾ ഫെയിലിയർ ആണോ? അയാൾക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അയാൾ മറ്റുള്ള ചില കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആയിപ്പോയി. അതുകൊണ്ട് അയാൾ ഫെയിലിയർ ആവുമോ? ഫെയിലിയർ എന്നത് ഈ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട് തോറ്റു എന്നുള്ളൊരു ചിന്തയല്ല.
ഞാൻ നേരത്തെ തുടങ്ങാത്തതുകൊണ്ട് ഇനി തുടങ്ങാൻ പാടില്ല, ഇനി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ഫെയിലിയർ എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി ജീവിതത്തിൽ സ്ഥായിയായിട്ടുള്ള ജയപരാജയങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളല്ല. മനസമാധാനമാണ് യഥാർത്ഥ വിജയം. സമൂഹം ആഘോഷിക്കുന്ന പല വിജയികൾക്കും അത് ഉണ്ടാവണമെന്നില്ല. ഡോക്ടർ റോയ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സ്ഥാപകനായിരുന്നു. അദ്ദേഹം നമ്മളിൽ പല ആളുകൾക്കും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഉന്നതിയിൽ ജീവിച്ച ആളാണ്. പക്ഷെ മനസമാധാനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നമ്മളെ അത്ര റിച്ച് ആയിരുന്നില്ല. അദ്ദേഹത്തിന് സ്വയം മരണം വരിക്കേണ്ടി വന്നു. വളരെ അങ്ങാട്ടുള്ള പ്രതിഭകളെ സമൂഹം ഏറെ ആഘോഷിക്കും, അത് സ്വാഭാവികമാണ്. 5-ാം വയസ്സിൽ സിംഫണികൾ രചിച്ച മൊസാട്ടിനെയും 19-ാം വയസ്സിൽ ഹാർവാർഡ് ഉപേക്ഷിച്ച് സാമ്രാജ്യം കെട്ടിപ്പടുത്ത മാർക്ക് സക്കർബർഗിനെയും നരയ്ക്കുന്നതിന് മുൻപ് വാൾസ്ട്രീറ്റിൽ വിജയം കൊയ്ത ടെക് ശതകോടീശ്വരന്മാരെയും നാം അഭിനന്ദിക്കുന്നുണ്ട്. ഇവരെല്ലാം കണ്ടിട്ട് നമ്മൾ വിജയത്തിന് അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിന് ഒരു ഏജ് ഇങ്ങനെ കൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. 31 മുൻപുള്ള ഈ വിജയഭ്രാന്ത് ഒരു വിഷമയമായിട്ടുള്ള മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നു എന്നാണ് പറയപ്പെടാറുള്ളത്. 30-ാം വയസ്സിൽ നിങ്ങൾ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊരു പരാജയമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ചില ചിന്തകളുണ്ട്. അതോറേറ്റീവ് ടൈം ലൈൻ ഫാലസി എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ ഇതിനെ വിളിക്കും. ബാഹ്യമായ ലക്ഷ്യങ്ങളെ നാം ജൈവികമായിട്ടുള്ള സമയപരിധികളായി കാണുന്നു. എന്നാൽ മനുഷ്യന്റെ വളർച്ച എന്നത് ഒരു സ്പ്രിന്റ് അല്ല, അതൊരു മാരത്തൺ ഓട്ടമാണ്. ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. കേണൽ ഹാർലാൻഡ് സാൻഡേഴ്സിന്റെ ജീവിതം 40-ാം വയസ്സിൽ അവസാനിച്ചോ? ഇല്ല. തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും സാൻഡേഴ്സ് പരാജയപ്പെട്ട ഒരു വക്കീലോ ഇൻഷുറൻസ് സെയിൽസ്മാനോ ഫെറി ബോട്ട് സംരംഭകനോ ഗ്യാസ് സ്റ്റേഷൻ ജീവനക്കാരനോ ഒക്കെ ആയിരുന്നു. 65-ാം വയസ്സിൽ അദ്ദേഹം പാപ്പരായി. കാറിലിരുന്ന് ജീവിതം ഇങ്ങനെ തള്ളി നീക്കി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെറും $105 സോഷ്യൽ സെക്യൂരിറ്റി ചെക്കും വെറുത്ത കോഴിയിറച്ചിയുടെ രഹസ്യക്കൂട്ടും മാത്രമാണ്. മിക്ക ആളുകളും റിട്ടയർമെന്റിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന പ്രായത്തിലാണ് അദ്ദേഹം KFC സ്ഥാപിച്ചത്. അതിനൊരു ആഗോള സാമ്രാജ്യമാക്കി മാറ്റുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആ ഒരു ലേറ്റർ ലൈഫ് ടൈമിൽ. പെന്നയുമായ ജോർജ് എലിയറ്റ് എന്നറിയപ്പെടുന്ന മേരി ആൻ എവാൻസിനെ പരിഗണിച്ച് അവർ തൻ്റെ ജീവിതത്തിൽ ആദ്യ 40 വർഷവും വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ ചട്ടക്കൂടുകളിലേക്ക് ഒതുങ്ങി നിന്ന് രോഗിയായിട്ടുള്ള അച്ഛനെ നോക്കിക്കൊണ്ടും വിവർത്തകയായിട്ടും എഡിറ്ററായിട്ടും ജോലി ചെയ്ത് സാധാരണക്കാരിയായിട്ട് ജീവിച്ച ഒരു മനുഷ്യത്തെയാണ്. 39-ാം വയസ്സിലാണ് അവർ തൻ്റെ ആദ്യ നോവലായിട്ടുള്ള ആദം ബെഡ് പ്രസിദ്ധീകരിച്ചത്. ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബൊമാൻ ഇറാനിയെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ദശകങ്ങളോളം അദ്ദേഹം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. വേഫർ കട നടത്തി, താജ്മഹൽ പാലസ് ഹോട്ടലിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്തു. തൻ്റെ 30കളുടെ അവസാനത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ സ്റ്റേജിൽ കയറുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഏറെ മാറ്റിമറിച്ച മുന്നാഭായ് MBBS എന്ന സിനിമയിലെ വേഷം അദ്ദേഹത്തിന് ലഭിക്കുന്നത് 44-ാം വയസ്സിലാണ്. എത്ര കാലത്തെ കഷ്ടപ്പാടാണ്. നമ്മൾ ആരെങ്കിലുമൊക്കെ 44-ാം വയസ്സ് വരെയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമോ? പല ആളുകളും ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ് ചില ആളുകൾ വൈകി നേട്ടങ്ങൾ കൊയ്യുന്നത്? 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. നിങ്ങൾ ലേറ്റ് ബ്ലൂമേഴ്സ് ആണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു വഴി കൂടിയായിട്ട് ഇതിനെ നോക്കിക്കൊണ്ടുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ലേറ്റായിട്ട് ചില കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് മനസ്സിലാക്കാനായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടാൽ മതി. ഒന്ന്, നല്ല ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ മാനസിക മൂലധനത്തിൻ്റെ ശേഖരണം, അക്യൂമുലേഷൻ ഓഫ് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ. ആദ്യകാല വിജയങ്ങൾ പലപ്പോഴും ഈ അസംസ്കൃത ഊർജ്ജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത്. എന്നാൽ വൈകിയുള്ള വിജയം നിർമ്മിക്കപ്പെടുന്നത് പരാജയങ്ങളുടെയും ഹൃദയവേദനകളുടെയും അതിജീവനത്തിൻ്റെയും തീച്ചൂളയിലാണ്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യകാല വിജയത്തിന് നമ്മുടെ കൂടെ കുറേയധികം ആളുകളുണ്ടായിരിക്കും. നിങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ തരാനായിട്ട് വീട്ടിൽ നിന്ന് കുടുംബസ്വത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് നിങ്ങൾ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് സഹായിക്കുന്നുണ്ടാകും, നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഫീസ് തന്നിട്ടുള്ള പേരൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ആളുകളുടെ സഹായം ഉണ്ടാകും, സുഹൃത്തുക്കളുണ്ടാവും. എന്നാൽ ലേറ്റർ സ്റ്റേജിൽ നിങ്ങൾ ആരംഭിക്കുന്ന ഓരോ കാര്യത്തിനും നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ, നിങ്ങൾ ഏൺ ചെയ്തിട്ടുള്ള ചില ആളുകൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ പ്ലാൻ, നിങ്ങളുടെ ദീർഘകാലത്തെ ആലോചന, അങ്ങനെ സ്ട്രക്ചറായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ചില സംഭവങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് തന്നെയാണ്, മെൻ്റൽ സ്ട്രെങ്തും നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ദൃഢനിശ്ചയവും മാത്രമാണ് നിങ്ങളുടെ ലേറ്റർ ആയിട്ടുള്ള ചില തുടക്കങ്ങളുടെ കാതൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് സക്സസ്സിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. രണ്ടാമത്തെ ഒരു സാധ്യത ഇറേഷർ ഓഫ് ഈഗോ എന്നുള്ളതാണ്. ഈഗോ ഉണ്ടാവില്ല ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ പെട്ടെന്ന് വിജയം കൈവരിക്കുന്നവർ പലപ്പോഴും തങ്ങളുടെ വിജയത്തെക്കുറിച്ചിട്ട് അഹങ്കരിക്കാനും ആ കിരീടം സംരക്ഷിക്കാനായിട്ട് നിരന്തരം പാടുപെടാനും ഒക്കെ ഇടയാകാറുണ്ട്. എന്നാൽ പരാജയപ്പെടുമ്പോൾ ലഭിക്കുന്ന നേട്ടം എന്തെന്നാൽ അത് നിങ്ങൾക്ക് ഉറച്ചൊരു അടിത്തറ നൽകുന്നു. തൃശ്ശൂർ ശോഭ സിറ്റിയിൽ നിഷാം എന്ന് പറയുന്ന ഒരാൾ, ചെറുപ്പക്കാരനാണ്, ഒരു സെക്യൂരിറ്റി ജീവനക്കാരന് ഇടിച്ചു കൊന്ന വാർത്ത നിങ്ങൾ കേട്ടിരുന്നു. കഥകളിലൊക്കെ കേൾക്കുന്ന പ്രമുഖന്മാരെ പോലെ അത്യാഡംബരത്തിൽ ആറാടി ജീവിച്ചിരുന്ന മനുഷ്യനാണ്. ഇഷ്ടംപോലെ പണം ഉണ്ടായിരുന്നു. പക്ഷെ അഹങ്കാരം തലയ്ക്ക് മുറ്റിയപ്പോൾ അദ്ദേഹത്തിന് ഒരസ്വസ്ഥത തോന്നിയപ്പോൾ ഒരാളുടെ ജീവനെടുത്തു. പിന്നീട് ആജീവനാന്തം ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ ലേറ്റ് ബ്ലൂമേഴ്സിനുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ഉണ്ട് അവർക്ക്. മറ്റുള്ളവർ എന്നെക്കുറിച്ചിട്ട് എന്ത് വിചാരിക്കുമെന്ന ഭാരത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മോചനം നേടാനായിട്ട് ഈ ഒരു ഏജൊക്കെ ആകുമ്പോഴത്തേന് പല ആളുകൾക്കും പറ്റും. പിന്നെ ഒരു 40 കഴിഞ്ഞാൽ പല ആളുകളും മൈൻഡ് ചെയ്യത്തില്ല.
അതാണ് ഇതിനകത്തെ ഒരു സംഭവം. നമ്മുടെ ലോകത്തിന് എപ്പോഴും യങ്സ്റ്റേഴ്സിനെ മതി. അവരുടെ കാര്യങ്ങളിൽ തലയിട്ടുകൊണ്ട്, അവരുടെ ഗോസിപ്പുകൾ ചർച്ച ചെയ്തുകൊണ്ട്, അവരുടെ വളർച്ചകൾ കണ്ട് കണ്ണ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വളരാത്ത ആളെ വിഷമിപ്പിച്ചുകൊണ്ടൊക്കെയാണ് സമൂഹം നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫാണ്. ആരും നിങ്ങളുടെ കാര്യത്തിൽ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാനായിട്ട് വരാറില്ല. സയൻറ്റിഫിക് ആയിട്ടും ചില കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ കിട്ടി കേട്ടോ. ന്യൂറോ ബയോളജിക്കൽ മെച്ചുറേഷൻ, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, നാഡീവ്യൂഹത്തിലെ മാറ്റം. നമ്മുടെ ബ്രെയിനിന് പ്രായഭേദമന്യേ പുതിയ ന്യൂറൽ പാതകൾ രൂപപ്പെടുത്താനായിട്ടുള്ള കഴിവുണ്ട്. ചെറുപ്പക്കാരിൽ അത് വേഗത സമ്മാനിക്കുന്നു. വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. വേഗത്തിൽ അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് വേഗത കൊണ്ട് അവർക്ക് വലിയ ലാഭങ്ങൾ ഉണ്ടാകും. പ്രായം കൂടുന്തോറും ഈ നാഡീവ്യൂഹ മാറ്റങ്ങൾ മുതിർന്നവർക്ക് ഡെപ്ത് ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെ ദേവാനന്ദന്റെ ബ്രെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പോൾ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ സങ്കീർണവും അർത്ഥവത്തായതുമായിട്ടുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്യാനായിട്ടുള്ള ഒരു പ്രാപ്തിയാണ് പുള്ളിയുടെ ബ്രെയിൻ ഉള്ളത്. ഇനി കഥയിലേക്ക് തിരിച്ചു വരുമ്പോൾ ദേവാനന്ദന്റെ ജീവിതത്തിൽ മറ്റൊരു വലിയ പ്രശ്നം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്ത ആളുകളാണ്. അവരുടെ റിലേഷൻഷിപ്പ്, അതിൻ്റെ തകർച്ച, അതൊക്കെ നേരിട്ട് കാണേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ്, അദ്ദേഹത്തിൻ്റെയും ചേച്ചിയുടെയും ചൈൽഡ്ഹുഡ് അത്ര രസമുള്ളതൊന്നും ആയിരുന്നില്ല. ഇന്ന് വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഈ എൽഡർ സിസ്റ്റർ മാരേജ് ചെയ്ത സമയത്ത് അവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ എപ്പോഴും മാരേജിനെ കുറിച്ചിട്ട് ആലോചിക്കുന്ന സമയത്ത് പെയിൻ, റെസ്പോൺസിബിലിറ്റി, സെപ്പറേഷൻ എന്നൊരു മൂഡാണ്. അങ്ങനെ പുള്ളി ഇങ്ങനെ തീരുമാനിച്ചു ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ വയസ്സ് 45-നോടടുത്തു. പക്ഷേ ലോൺലിനെസ് കൂടുതൽ ശക്തമായി അദ്ദേഹത്തിന് തോന്നി തുടങ്ങുന്നുണ്ട്. ഓഫീസിലെ സ്ത്രീകളൊക്കെ പലരും അദ്ദേഹത്തെ എൽഡർ ബ്രദറിനെ പോലെയൊക്കെയാണ് കാണുന്നത്. സ്ത്രീകളോട് വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന, ചിരിക്കുന്ന, തമാശ പറയുന്ന, കംഫർട്ടബിൾ ആയിട്ടുള്ള ഓഫീസിലെ ആണുങ്ങളെ ഇദ്ദേഹം ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കും. ഇത് ദേവാനന്ദൻ്റെ മാത്രം കഥയല്ല, നമ്മുടെ ചുറ്റിലും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളും അത്തരത്തിലുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ ഫ്യൂച്ചർ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ പാസ്റ്റ് മുഴുവൻ ശരിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിനി നിങ്ങളുടെ 25 വയസ്സുള്ള നിങ്ങളുമായിട്ട് മത്സരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് 42 വയസ്സുള്ള നിങ്ങളെ ഏറ്റവും മികച്ച വേർഷനാക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണ് മുന്നിലുള്ളത്. ദേവാനന്ദന് ബിടെക് കാലത്തിലേക്ക് ഇനി തിരിച്ചു പോകാനായിട്ട് പറ്റുമോ? ഇല്ല. പക്ഷേ ഒരു പുതിയ ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ട് വേണേൽ പറ്റിയേക്കും. അന്ന് അയാൾക്ക് ഇല്ലാതിരുന്ന, ഇന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചുറ്റിനുണ്ടല്ലോ. സ്മാർട്ട് ഫോൺ, ക്യാമറയുണ്ട്, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. യൂട്യൂബിൽ കുറേയധികം കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. ഇൻസ്റ്റഗ്രാം ഉണ്ട്, AI ടൂൾസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ഫിലിം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കുറേയധികം സാധ്യതകളുണ്ട്. സമൂഹത്തിൻ്റെ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ലേറ്റ് ആണ്. പക്ഷേ കാലം മാറിയതനുസരിച്ചിട്ട് വന്ന സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ പരീക്ഷിക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അതേപോലെ തന്നെയാണ് അയാളുടെ IT കരിയറും. അയാൾ 25 വയസ്സുകാരനായിട്ട് ഇനി കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അയാളുടെ എക്സ്പീരിയൻസ്, അയാളുടെ സ്ട്രെങ്ത് ആക്കണം. ഒരു യങ്ങർ എഞ്ചിനീയറിന് പുതിയൊരു ക്ലൗഡ് പ്ലാറ്റ്ഫോം കൂടുതൽ അറിയാം. പക്ഷേ ദേവാനന്ദന് വർഷങ്ങളുടെ ട്രബിൾ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അത് അയാളുടെ സ്ട്രെങ്ത് ആണ്. നിങ്ങളൊരു മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആകും തോറും, ആ ഒരു മേഖലയിൽ കൂടുതലായിട്ട് മുന്നോട്ടേക്ക് പോകും തോറും ചിലപ്പോൾ റീസെൻറ്റ് ടൂൾസിനെ കുറിച്ചിട്ടുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു മേഖലയിൽ നിങ്ങൾ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. നിങ്ങൾ റീസെൻറ്റ് ടൂളുകൾ ഉപയോഗിക്കാനായിട്ട് പ്രാവീണ്യമുള്ള ഫ്രഷേഴ്സിനെ സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾ ടോപ്പിൽ നിന്നാൽ മതി. അല്ലാതെ നമ്മളതെല്ലാം കൂടെ ഓടിപ്പോയിട്ട് പഠിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് സ്ട്രെസ് ഉണ്ടാക്കത്തേ ഉള്ളൂ. ഇനി മാരേജിൻ്റെ കാര്യം, 40 കഴിഞ്ഞിട്ടും വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസിനെ നിങ്ങളുടെ വാല്യൂവിൻ്റെ മെഷർ ആക്കരുത്. നിങ്ങൾക്ക് കമ്പാനിയൻഷിപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ പ്രായത്തെ ഒരു എക്സ്ക്യൂസ് ആക്കരുത്. ആദ്യം നല്ല കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കേണ്ടി വരും. ഒരാളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു റിയാലിറ്റി ഉണ്ട്. ആളുകളെ സംസാരിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരാളെക്കാളിലും നല്ലൊരു കേൾവിക്കാരനുണ്ട്. ആളുകൾ നല്ലൊരു കേൾവിക്കാരനെ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ മാരീഡ് ആയിരിക്കാം, പക്ഷേ മാരീഡ് ആയതുകൊണ്ട് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു തോന്നലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ലേറ്റ് ബ്ലൂമർ ആകാം. നിങ്ങളിപ്പോൾ ഒരു കരിയർ സ്റ്റാഗ്നേഷനിലായിരിക്കും നിൽക്കുന്നത്. 45-ാം വയസ്സിൽ കുടുംബത്തിന് വേണ്ടി അംബീഷൻസ് മാറ്റി വെച്ചിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീക്കും സ്വന്തമായിട്ടൊരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ടുള്ള സമയവും സാഹചര്യവും ഇന്നുണ്ട്. നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ടത് സക്സസിനെയാണ്. കാരണം സക്സസ് എന്നത് ഈ ആളുകൾ പറയുന്ന വലിയൊരാളാകുന്നതല്ല. ആക്ച്വലി ഈ ഒരു ഘട്ടത്തിലൊക്കെ ഒരു 40 കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അല്ലെങ്കിൽ 30 കഴിയുമ്പോൾ തന്നെ പല ആളുകൾക്കും മനസ്സിലാവും. സമാധാനം ഉണ്ടാവുക, സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സക്സസ്. ഈ സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ആരോഗ്യം നശിക്കും. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സെക്കൻഡ് ആക്ട് എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നത്, ലൈഫിൻ്റെ 2ാം ഭാഗം. അതുകൊണ്ട് കുറച്ചൊക്കെ നടക്കുക, പ്രകൃതിയിലേക്ക് ഇറങ്ങി നടക്കുക, എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക, ഭക്ഷണം ശ്രദ്ധിക്കുക. സ്മോക്കിങ്, ആൽക്കഹോള് തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിയന്ത്രിക്കുക, നിർത്തുക തന്നെ ചെയ്യുക. പ്രായത്തിനും റിസ്ക് ഫാക്ടേഴ്സിനും അനുസരിച്ചിട്ട് വേണ്ട ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുക. മെൻ്റൽ പീസ് സംരക്ഷിക്കുക. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ 20കളിൽ ധാരാളം സമയം വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ടാകും. ശരി, പോയിക്കോട്ടെ. പക്ഷേ 40കളിൽ ആ ഒരു 20കളെ കുറിച്ചിട്ട് ഓർത്ത് റിഗ്രറ്റ് അടിച്ചുകൊണ്ടിരിക്കരുത്. കഴിഞ്ഞ കാലത്ത് തിരുത്താനായിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ പുതിയൊരു റിഗ്രറ്റ് ഉണ്ടാകുന്നത് തടയാൻ നിങ്ങൾക്ക് കഴിയും. അതിലും പ്രധാനമായിട്ട്
നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ശ്രമിച്ച് പരാജയപ്പെടുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ട ദേവാനന്ദൻ്റെ കഥ അവിടെ അവസാനിക്കുന്നതാണോ? അല്ല, അയാൾ 45 മാത്രം അടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാളുടെ പാഷനായിട്ടുള്ള സിനിമ ചെയ്യാം. അയാൾ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് എഞ്ചിനീയർ അല്ല, സ്വയം റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫഷണലാണ്. അയാൾ സ്വന്തമായിട്ട് തന്നെ ഒരു ടീം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും, സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ഒരു സ്ഥാപനം തന്നെ തുടങ്ങാനായിട്ട് പറ്റും. അത്രയധികം എക്സ്പീരിയൻസ് ഉണ്ട്. ഇനിയും അദ്ദേഹത്തിന് ഒരു കമ്പാനിയൻഷിപ്പ് തേടാനായിട്ട് പറ്റും. ഇനിയും അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ, കുടുംബം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകാൻ പറ്റും. ഇതെല്ലാം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് അദ്ദേഹവും. ഈ പ്രായവും ജീവിതവും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് തമ്മിൽ വലിയ കണക്ഷൻ ഇല്ലയെന്ന് ചിന്തിച്ചാൽ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ അടുത്ത 10 വർഷം കഴിഞ്ഞ 10 വർഷങ്ങളെ പോലെ ആയിരിക്കണമെന്നില്ല. ഈ പ്രാവശ്യം ഈ വരുന്ന 10 വർഷങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് എഴുതാനായിട്ട് നോക്കിക്കേ. ഈ 10 വർഷങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ നിങ്ങൾ ജീവിക്കാനായിട്ട് നോക്കിക്കേ. ഏതായാലും വീഡിയോയുടെ ഇടയിൽ ഞാൻ ICICI പ്രൊഡൻഷ്യൽ ലൈഫിൻ്റെ BSE 500 മൊമെൻറ്റം വാല്യൂ 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയുടെ കാര്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ലിങ്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് യോജിക്കുന്നതാണ് എന്ന് തോന്നിയാൽ നിക്ഷേപിക്കാം. ഏതായാലും ഈ ഒരു അവസരം അറിയാതെ പോകരുത്. പിന്നെ ഈ NFOയിൽ നിക്ഷേപിക്കാനായിട്ടുള്ള അവസാന ഡേറ്റ് ഈ മാസം 23 വരെയാണ്. 10 ദിവസത്തിൽ താഴെ മാത്രമേ ഉള്ളൂ എന്ന് മറക്കേണ്ട. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ട്, ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.